നമ്മുടെ ക്രൂയിസ് ബോട്ട് തിരിച്ചെത്തിയ ശേഷം അതിൻ്റെ ഗൈഡ് തന്നെ ആ ബോട്ട് ഡോക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. അതിനുശേഷം നമ്മൾ കരയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ഭരതനാട്യം പെർഫോമൻസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇത് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമൊക്കെ സിയാറ്റിലിൽ വന്ന് താമസിച്ച് ജോലി ചെയ്യുന്ന IT പ്രൊഫഷണൽസാണ് ഇവരെന്ന് പറഞ്ഞത്. ഇവരവരുടെ ഫ്രീ ടൈമിൽ ഭരതനാട്യം പ്രാക്ടീസ് ചെയ്ത് അത് പെർഫോം ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇന്നിപ്പോൾ സിയാറ്റിൽ നല്ല തിരക്കുള്ള ഒരു വീക്കെൻഡാണ്. ആ സമയത്ത് ഇവരിവിടെ നിന്ന് ഭരതനാട്യം പെർഫോം ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇതിനുശേഷം ബെയിൻബ്രിഡ്ജ് ഐലൻഡ് എന്ന് പറയുന്ന സിയാറ്റിലിനോട് അധികം ദൂരത്തല്ലാതെ കിടക്കുന്ന ഒരു ഐലൻഡിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ ഫെറി കയറി സിയാറ്റിലിൻ്റെ മറ്റൊരു തീരത്തിലേക്ക്, സിയാറ്റിലിൻ്റെ അടുത്തുള്ള മറ്റൊരു തീരത്തിലേക്ക് പോവുകയാണ്. ഇത് ബെയിൻബ്രിഡ്ജ് ഐലൻഡ് എന്ന ഒരു നാഷണൽ പാർക്കും, അവിടെ ബെയിൻബ്രിഡ്ജ് ഐലൻഡ് എന്ന ഒരു പാർക്കും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതിനുള്ള ഫെറിയിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഫെറി സിയാറ്റിലിൻ്റെ തീരത്ത് നിന്ന് യാത്ര തുടങ്ങി. ഏകദേശം ഒരു 10-20 മിനിറ്റ് യാത്രയുണ്ടെന്ന്, ഒരു മണിക്കൂറടുത്തോളം യാത്രയുണ്ട്. 1 മണിക്കൂർ യാത്രയാണ് ബെയിൻബ്രിഡ്ജ് ഐലൻഡിലേക്ക് ഉള്ളത് സിയാറ്റിൽ നിന്ന്. സിയാറ്റിലെ ഫെറി എന്ന് പറയുന്നത് നമ്മുടെ BC ബ്രിട്ടീഷ് കൊളംബിയയിലെ ഫെറീസിനെ കമ്പയർ ചെയ്യുമ്പം അത്ര ഭംഗിയുള്ളതല്ല. BC ഫെറീസ് എന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടി മോഡേൺ ലുക്കുള്ള ഫെറിയാണുള്ളത്. ഇത് ഇത്തിരി ഒരു പഴയതായിട്ടുള്ളൊരു ഫെറിയായിട്ട് തോന്നുന്നു. പക്ഷേ എന്താണെന്നാലും ഇതിൻ്റെ അകത്തുള്ള സൗകര്യങ്ങളെല്ലാം എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ബെയിൻബ്രിഡ്ജ് ഐലൻഡിലേക്ക് നമ്മൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഇതിനകത്ത് എന്തായാലും എല്ലാ ഫെറീസിലും കാണുന്ന പോലെ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ ബാറുണ്ട്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഈ തീരത്തെ കാഴ്ചകൾ കണ്ട് നമുക്ക് അവിടെ ഇരുന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾ ബെയിൻബ്രിഡ്ജ് ഐലൻഡിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫെറി ഏകദേശം കരയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ അധികം താമസിയാതെ ഇവിടെ നിന്നും പുറത്തിറങ്ങി നമുക്ക് നമ്മുടെ യാത്ര തുടരാവുന്നതാണ്. അങ്ങനെ പുറത്തിറങ്ങിയ ശേഷം നമ്മൾ കാണുന്നത് ഒരു ഫെറി സ്റ്റേഷനാണ്. ഫെറി സ്റ്റേഷൻ, ബെയിൻബ്രിഡ്ജിലെ ഫെറി സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നമുക്ക് കുറേ കാറ്റലോഗ്സ് കിട്ടും. ഇവിടെ യാത്ര ചെയ്യുന്നതിനുള്ള ഇൻഫർമേഷൻ കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടും. അവിടെ തന്നെ കുറേ ബസ്സുകളുണ്ട്. അപ്പോൾ ബസ്സുകൾ കയറി നമുക്ക് ഈ ഐലൻഡ് മൊത്തം യാത്ര ചെയ്യുന്നതിന് ഈ ബസ്സുകൾ കയറി യാത്ര ചെയ്യാം. അതിലുള്ള ടിക്കറ്റും അവിടെ ലഭ്യമാണ്. $10 എന്നാണ് ഒരു ടിക്കറ്റിന്. ഞാനൊരെണ്ണം വാങ്ങിച്ചു. പക്ഷേ അപ്പോഴാണ് മനസ്സിലായത് ആ സമയത്ത് ബസ്സില്ലാന്ന്. പിന്നീട് ഞാൻ കുറച്ച് നടന്നു. പിന്നീട് ഞാൻ വിചാരിച്ചു ഇതിനേക്കാൾ ബെറ്റർ ഞാൻ ആ കാർ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് തന്നെ വരുന്നതായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് കാർ ഫെറിയിൽ കയറ്റി തിരിച്ചിവിടെ എത്തിയിരുന്നെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കാറിന് പോകാമായിരുന്നു. പക്ഷേ ബസ് യാത്ര എന്ന് പറയുന്നത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങോട്ട് ഫെറിയിൽ വന്ന ശേഷം ബസ്സിന് പോകാമെന്ന് വിചാരിച്ചത്. ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് എല്ലാ സമയത്തും ബസ്സില്ലാന്ന്. പിന്നെ അങ്ങനെ നടന്ന് കുറച്ചങ്ങോട്ട് പോയി. ആ വഴിയിൽ കൂടി ടൗണിലെത്തിയ ശേഷം ഒരു ബസ് സ്റ്റോപ്പ് നോക്കി അങ്ങ് മുന്നോട്ട് പോവുകയാണ്. കാരണം ഫെറി സ്റ്റേഷനിലെ ബസ് അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. ഇനി പുറത്തോട്ടിറങ്ങിയ ശേഷമുള്ളൊരു ബസ് കയറി പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയാണ്. അങ്ങനെ ബസ് സ്റ്റേഷൻ നോക്കി നടക്കുകയാണ്. അതിനുശേഷം തിരിച്ച് ടൗണിലേക്ക് തന്നെ പോകാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. കാരണം ബസ് ആ സമയത്തില്ല. അപ്പോൾ തിരിച്ച് ടൗണിലേക്ക് തന്നെ പോകുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. തിരിച്ച് ബെയിൻബ്രിഡ്ജിലെത്തിയപ്പോഴേക്കും അവിടെ ഒരു മ്യൂസിയം കണ്ടു. അപ്പം മ്യൂസിയത്തിലേക്ക് ഫ്രീ എൻട്രി ആണ്. നമുക്ക് അവിടെ കയറി പോയാൽ മതി. അപ്പം മ്യൂസിയത്തിലേക്ക് കയറി ചെന്നു.
അവിടെ ഒരുപാട് ചിത്രങ്ങളാണ് പിന്നെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഇവിടെ തന്നെയുള്ളൊരു ലോക്കൽ ചിത്രകാരൻ, ഒരു ആർട്ടിസ്റ്റ് വരച്ച ചിത്രങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മിക്കവാറും ഈ സിയാറ്റിൽ സിറ്റിയുടെ ഒരുപാട് ചിത്രങ്ങൾ ഇദ്ദേഹം വരച്ചിട്ടുണ്ട്, ഒരുപാട് ഫോട്ടോകൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെയുള്ള ഓരോ പ്രദർശനമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ കുറേ മറ്റ് ആർട്ടിസ്റ്റുകളുടെ കുറേ പ്രദർശനങ്ങളും എക്സിബിഷൻസും ഇവിടെയുണ്ട്. അപ്പോൾ ആ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ കാണുന്നത് നമ്മൾ ഇന്നലെ പോയ മറ്റൊരു ലേക്കിൻ്റെ സൈഡിലാണ്. ഇപ്പോൾ ഈ ലേക്കിലൊരു നടുക്കൊരു ചെറിയ പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട്. അവിടെ നിന്നും എക്സസൈസൊക്കെ ചെയ്യാനും ലേക്കിലേക്ക് ചാടാനൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അത് വരച്ച് വെച്ചിരിക്കുന്നു. പിന്നെ ഇതിപ്പോൾ നമ്മുടെ ഡൗൺ ടൗൺ ഏരിയയാണ്, പറയുന്ന സിയാറ്റിൽ ഡൗൺ ടൗൺ ഏരിയയാണ് കാണിച്ച ചിത്രം. അങ്ങനെ മിക്കവാറും ടൗണിലെ ഒരുപാട് പ്രദേശങ്ങൾ, ഇതൊക്കെ സിയാറ്റിലുള്ള സ്ഥലങ്ങളാണ്. അദ്ദേഹം അവിടെ പോയി വരച്ച ചിത്രങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ചിത്രങ്ങൾ ഈ ഒരു പ്രദർശനത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മൈക്കൽ സ്റ്റാനിയസ് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളാണ് കൂടുതലും ഇവിടെയുള്ളത്. Oh yeah, there you go, yeah. പിന്നീട് ഫാർമേഴ്സ് മാർക്കറ്റിലേക്ക് ചെന്നു. ഫാർമേഴ്സ് മാർക്കറ്റിൽ ഒരു ചെറിയ ഗിറ്റാറൊക്കെ വായിച്ചിട്ട് ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അങ്ങനെ ഫാർമേഴ്സ് മാർക്കറ്റിൻ്റെ അകത്തേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഫാർമേഴ്സ് മാർക്കറ്റിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ മറ്റൊരു സിറ്റി ഓഫ് ബെയിൻബ്രിഡ്ജിൻ്റെ ട്രക്ക് അവിടെ നിന്നിട്ട് ഇത് ക്ലീനിങ് വേണ്ടി ഇവിടുത്തെ വേസ്റ്റുകളെ കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം സിറ്റി ഓഫ് ബെയിൻബ്രിഡ്ജിൻ്റെ എംപ്ലോയി വന്നത് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അതിനുശേഷം മറ്റൊരു
വൈൻ ഷോപ്പിലെ One of our lightest white wines. Yeah. It's going to have this sweet honeysuckle aroma, but it's not as sweet on the sip. Definitely one of our drier ones. Drier ones? It's dry. La Primavera. This is our rosé. It's a blend that changes every year. Yeah. So the 24 here is going to be mostly Cabernet Sauvignon, Mourvèdre, and Syrah. It's dry, fruit-forward, acidic. Red and sour. What? You said red and? More I did red? not say red. Mourvèdre. Sorry. Oh, more red. That is the grape. Mourvèdre. Yeah. If you want, it is there. Mourvèdre. Oh. Thank you. I can take your picture? This is our Bordeaux style blend. It is going to be Petit Verdot and Malbec this year. So, most full-bodied red on this list. Call it a classic steak wine. Steak wine. I thought you were saying outside, but Sarah, our port-style dessert wine, named for the founder's wife, Port is styles. a fortified dessert wine. So we add alcohol to kill the yeast that eat the sugar. That's why it's a sweet wine. But it does raise the alcohol. It's about 18%. I like to say survive. Sweet. Well, she's been there for 10 years, so yeah. അതിനുശേഷം നമ്മൾ സിയാറ്റിലേക്ക് തിരിച്ചു പോവുകയാണ്. ബെയിൻ ബ്രിഡ്ജിലെ കാഴ്ചകൾ കണ്ട ശേഷം സിയാറ്റിലേക്ക് തിരിച്ചു പോകുന്നു. വന്ന ഫെറിയിൽ തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ സിയാറ്റിലേക്ക് നമ്മൾ 3:30 ഇവിടെ നിന്ന് ബെയിൻ ബ്രിഡ്ജിൽ നിന്നുള്ള നമ്മൾ ഫെറി കിട്ടിയത്. അതിനുശേഷം സിയാറ്റിലെത്തി. ഏകദേശം സിയാറ്റിൻ്റെ തീരത്തോട്ടടുത്തപ്പോഴേക്കും അവിടുത്തെ പോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇത് സെക്യൂരിറ്റി ചെയ്ത് നമ്മൾ പുറത്തോട്ടിറങ്ങി. അതിനുശേഷം നമ്മൾ സിയാറ്റിലെ പിയേഴ്സിൽ അവിടുത്തെ തീരത്തെത്തി. അതിനുശേഷം അവിടെ ഒരുപാട് കാഴ്ചകൾ ഇപ്പോൾ ഏകദേശം മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു ഈവനിങ് മൂഡായി. ആളുകളൊക്കെ വന്നു തുടങ്ങി. ഒരുപാട് കാഴ്ചകളും മറ്റ് കാഴ്ചകളുണ്ട്. ഇവിടെ ഒരു ചൈനക്കാരുടെ ഒരു ചൈനീസ് ഡാൻസ് നൃത്തമൊക്കെ ചെയ്യുന്നൊരു പരിപാടി ഇവിടെ ചെയ്യുകയാണ്. കുട്ടികളുടെയാണ്. അപ്പോൾ ആ പരിപാടി ഇവിടെ നന്നായി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് നടന്നൊരു ചായ കുടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ഒരു സ്ഥലത്ത് ഒരുപാട് പേര് കുറേ ടൈപ്പ് റൈറ്റേഴ്സായിട്ട് ഇരുന്നിട്ട് എന്തൊക്കെയോ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കിയപ്പോൾ ഇവിടെയുള്ള ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടി ഇവിടെ ഇന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ചൊരു ടൈപ്പ് റൈറ്റിംഗ്, ഒരു ലെറ്റർ എഴുതി വെക്കുന്ന ഒരു പരിപാടിയാണ് നടക്കുന്നത്. ഇത് വർഷങ്ങളായിട്ട് ഇവരിങ്ങനെ ടൈപ്പ് റൈറ്റിംഗ്
ടൈപ്പ് റൈറ്റ് ചെയ്ത് ലെറ്റേഴ്സ് എഴുതി ഇനി ഫ്യൂച്ചറിൽ വരുന്ന യാത്രികർക്ക് ഇന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡാണ് ഇങ്ങനെ ടൈപ്പ് റൈറ്റ് ചെയ്തിട്ട് ലെറ്റർ എഴുതി വെക്കുന്നത്. പിന്നീട് സിയാറ്റിലിൻ്റെ തീരത്തേക്ക് വന്നപ്പോഴേക്കും അവിടെ ഒരു സ്ഥലത്ത് ഒരുപാട് ബാൻഡ് മേളക്കാർ വന്നിട്ട് ഒരു പരിപാടിക്കുള്ള ഒരുക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള പരിപാടി തുടങ്ങുവാനുള്ള അനൗൺസ്മെൻറ്റും ഇൻട്രൊഡക്ഷനും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതിനുശേഷം ഒരു ബാൻഡ് മേളം തുടങ്ങി. സിയാറ്റിൽ അക്വേറിയത്തിൻ്റെ മുന്നിലെത്തിയെങ്കിലും അക്വേറിയം അവർ അടയ്ക്കാനുള്ള സമയം 6 മണിയായപ്പോഴേക്കും അക്വേറിയം അടച്ചു. അതിനുശേഷം ഇനിയുള്ളത് ജാൻവീലാണ്. ജാൻവീൽ കാണുന്നതിന് ജാൻവീലിലേക്ക് പോയി ജാൻവീലിലൊന്ന് പോയി കാഴ്ചകൾ കണ്ടാലോ എന്നുള്ളൊരു ആഗ്രഹത്തിൽ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ജാൻവീൽ മറ്റൊരു പിയറിലാണ്. അപ്പോൾ ആ പിയറിലേക്ക് ചെന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് ജാൻവീലിൽ കയറാം.
അങ്ങനെ നമ്മൾ തിരിച്ച് ജയൻവിയിൽ നിന്നിറങ്ങി നടന്നു പോകുമ്പോൾ പാർക്കിങ്ങിലേക്ക് നടന്നു പോകുമ്പോഴേക്കും കുറേ സുന്ദരികളും കുട്ടികളും ഒക്കെ ചേർന്ന് ഒരു യാത്രയായിട്ട് ഒരു ജാഥയായിട്ട് അതുവഴി നടന്നു പോകുന്നുണ്ടായിരുന്നു. ഒരുപാട് കോസ്റ്റ്യൂമൊക്കെ ധരിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കാർ പാർക്കിങ്ങിലെത്തി കാറെടുത്ത് സറിയിലേക്ക് കാനഡ ബോർഡർ കടന്ന് തിരിച്ച് സറിയിലെത്തി. അന്നത്തെ രാത്രി സറിയിലായിരുന്നു. ഇത് വളരെ നല്ലൊരു യാത്രയായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. See you later.